അഗെയിൻ നമ്മുടെ റീനീറ്റ് എക്സ്റേയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഫിസിക്സിലെ ഡ്യുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, എന്നിരുന്നാലും ഇതിന് ഈ വർഷം റീനീറ്റിൽ 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ, 2 പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്, ഫോട്ടോണും ഇലക്ട്രോണും. അവയുടെ രണ്ടിൻ്റെ എനർജി സെയിം ആണെന്നാണ് പറഞ്ഞത്, 20 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ലിനിയർ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ടു ദാറ്റ് ഓഫ് ഫോട്ടോൺ എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് എന്താണ് ഇലക്ട്രോണും ഫോട്ടോണും രണ്ടും പാർട്ടിക്കിൾ നേച്ചർ ഉള്ളതാണ്. എന്നിരുന്നാൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ചാർജ്ഡ് പാർട്ടിക്കിളാണ്, ഫോട്ടോൺ എന്ന് പറയുന്നത് ലൈറ്റ് പാർട്ടിക്കിളാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം പി എനർജിയുടെ ടൈമിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പി ഈക്വൽ ടു √2mE ആണ്. ലൈറ്റ് പാർട്ടിക്കിളായ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിരുന്നു, മൊമെൻറ്റം പി ഈക്വൽ ടു E/c ആണ്. അപ്പം മൊമെൻറ്റം രണ്ടിൻ്റെ ചാർജ്ഡ് പാർട്ടിക്കിളായ ഇലക്ട്രോണിൻ്റെ എഴുതി, അതുപോലെ തന്നെ ലൈറ്റ് പാർട്ടിക്കിളായ ഫോട്ടോണിൻ്റെ എഴുതി. ഇനി ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റത്തിന് PE എന്നും ഫോട്ടോണിൻ്റെ മൊമെൻറ്റത്തിന് PP എന്നും, ഫോട്ടോണിൻ്റെ മൊമെൻറ്റം. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ടു മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ പി, ഇവിടെ PH എന്ന് തന്നിരിക്കുന്നത്, അപ്പം നമ്മളും ഫോട്ടോൺ PH എന്നിട്ടേക്കാം, PH. ഈ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം ആദ്യം എഴുതാം 2mE ഡിവൈഡഡ് ബൈ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം E/c, c എന്ന് പറയുന്നത് ഇൻറ്റു C ആണ്, ഈക്വൽ ടു √E. താഴെ E നമുക്ക് 2 √E ആയിട്ട് എഴുതാമല്ലോ. ഒരു √Eയും മേളത്തെ ഒരു √Eയും ക്യാൻസലായിപ്പോയി. മിച്ചം എന്ത് വരും? √2m ഡിവൈഡഡ് ബൈ E ഇൻറ്റു C. നമുക്ക് ഡേറ്റാസ് മാസ് തന്നിട്ടുണ്ട് ഇലക്ട്രോണിൻ്റെ, അതല്ലെങ്കിൽ നമുക്കറിയാം 9.1 × 10⁻⁻31 ഡിവൈഡഡ് ബൈ എനർജി തന്നിരിക്കുന്ന 20 ഇലക്ട്രോൺ വോൾട്ട്. അപ്പം 20 ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് ജൂളിലേക്ക് 1.6 × 10⁻⁻19 ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് 3 × 10⁸ C. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് 225 ആണ്. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം തിയററ്റിക്കൽ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം, എ ബീം ഓഫ് ലൈറ്റ് ഫാൾസ് ഓൺ എ മെറ്റൽ സർഫസ് സച്ച് ദാറ്റ് ഫോട്ടോ ഇലക്ട്രോൺസ് ആർ ജനറേറ്റഡ്. ലൈറ്റ് മെറ്റലിൽ വീഴുമ്പോൾ ഫോട്ടോ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഫിനോമിനൻ. ഇഫ് പവർ ഓഫ് ദി ലൈറ്റ് സോഴ്സ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ് ലിനിയർലി വിത്ത് ടൈം. അപ്പോൾ എന്ത് ചെയ്തു? പവർ, ലൈറ്റ് സോഴ്സിൻ്റെ പവർ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ടൈമിനനുസരിച്ച് ലൈറ്റ് സോഴ്സിൻ്റെ പവർ കുറയുകയാണ്. അങ്ങനെ വരുമ്പം ദെൻ വേരിയേഷൻ ഓഫ് ദി ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ടൈം ഈസ് ബെസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ. അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ടൈം മുന്നോട്ട് പോകുന്നതിന് അനുസരിച്ച് പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ടൈം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കറണ്ടിനും എന്ത് സംഭവിക്കും? കറണ്ടും കുറയും. കാരണം പവർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് കറണ്ട് എന്ത് ചെയ്യും? കുറയും. അപ്പം നമുക്ക് കറണ്ടും ടൈമും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടൈം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആദ്യത്തെ ഗ്രാഫ് ടൈം കൂടുന്നതനുസരിച്ച് കറണ്ട് കോൺസ്റ്റൻ്റ് എന്നാണ് പറഞ്ഞത്. സോ ആ ഗ്രാഫ് തെറ്റാണ്. അപ്പോൾ പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കേസിൽ ശരിയാ, ടൈം കൂടുന്നതിനനുസരിച്ച് കറണ്ട് കുറയുന്നു. അപ്പോൾ ഇത് കുഴപ്പമില്ല, ഇവിടെ ഇതും കുഴപ്പമില്ല, ഇവിടെ ഇത് തെറ്റാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓപ്ഷൻ 2 അല്ലെങ്കിൽ 3 ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഇനി 2 ആണോ 3 ആണോ എന്ന് ഉറപ്പിക്കണം. അതിന് രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു, മാഗ്നിറ്റ്യൂഡ് ഓഫ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വിത്ത് ടൈം. അതും കൂടി, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ടൈം ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം ആണ്, ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം. അതിൻ്റെ അർത്ഥം എന്താ? ടൈം കൂടുന്നതനുസരിച്ച് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. അത് ഇവിടെ വരികയല്ല, ഇതാണ് കറക്റ്റ് ഗ്രാഫ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് നമ്മുടെ ചോദ്യത്തിനനുസരിച്ച് ഓപ്ഷൻ 2 ആണ്.
ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആ സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെ എ റേ ഓഫ് ലൈറ്റ് വിത്ത് വേവ് ലെങ്ത് ലാംഡ ഈസ് ഇൻസിഡൻറ്റ് on 3 different photoelectric cells, namely 1, 2 and 3. The threshold wavelength of these photoelectric cells are lambda 1, lambda 2 and lambda 3 respectively. Magnitude of stopping potentials തന്നിട്ടുണ്ട് V1, V2 and V3 respectively. So then the relation between lambda and threshold wavelength are ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഫിനോമിനൻ പ്രകാരം ഒരു മെറ്റൽ, അപ്പോൾ ആ മെറ്റലിന് ഒരു ലൈറ്റ് ഇൻസിഡൻറ്റ് സോഴ്സ് വന്ന് വീഴുന്നു. ആ വീഴുന്ന ലൈറ്റ് ഇൻസിഡൻറ്റ്, ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ ഇൻസിഡൻറ്റ്, മെറ്റലിൻ്റെ വർക്ക് ഫങ്ഷൻ ലാംഡ 0. ഇവിടുന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഈ ത്രെഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആ ലൈറ്റിൻ്റെ വേവ് ലെങ്തിനേക്കാൾ കൂടുതലായിരിക്കണം. ഫ്രീക്വൻസി അല്ല, വേവ് ലെങ്ത് ആകട്ടോ. ഫ്രീക്വൻസി വരുമ്പോൾ നേരെ തിരിഞ്ഞാണ്. പക്ഷെ നമ്മൾ വേവ് ലെങ്തിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം ത്രെഷോൾഡ് വേവ് ലെങ്ത് ഗ്രേറ്റർ ദാൻ ഇൻസിഡൻറ്റ് വേവ് ലെങ്ത് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കത്തുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ആദ്യം പറഞ്ഞ കേസ് ഒന്നാമത്തെ മെറ്റൽ. ആ മെറ്റലിൻ്റെ ത്രെഷോൾഡ് വേവ് ലെങ്ത് തന്നിട്ടുണ്ട് ലാംഡ 1 ആണ്. അപ്പോൾ അതിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെന്തോ, ആ ലൈറ്റിൻ്റെ വേവ് ലെന്ത് ലാംഡയാണ്. അപ്പോൾ ഇവിടുന്ന് എമിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കണം? യെസ്, കണ്ടീഷൻ എന്ന് പറയുന്നത് ലാംഡ 1 ഗ്രേറ്റർ ദാൻ ലാംഡ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തുള്ളൂ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ലാംഡ 1 ലെസ് ദാൻ ലാംഡ 2 ആണ്. അതിൻ്റെ അർത്ഥം എമിഷൻ നടക്കുമോ? ഇല്ല, എമിഷൻ നടക്കുകയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഹിയർ V1 വിച്ച് ഈസ് ഈക്വൽ ടു 0. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് രണ്ടാമത്തേത് 2. അതിന് കറസ്പോണ്ടിങ് ത്രെഷോൾഡ് വേവ് ലെങ്ത് ലാംഡ 2, കറസ്പോണ്ടിങ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് ലാംഡ തന്നെയാണ്. എമിഷൻ നടക്കണമെങ്കിൽ ഇവിടെയും കണ്ടീഷൻ ലാംഡ 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ലാംഡ 1. അപ്പോൾ അവിടെ നമ്മൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്നു ലാംഡ 2 ഗ്രേറ്റർ ദാൻ ലാംഡ 1. അപ്പോൾ ഇവിടെ എമിഷൻ നടക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V2. നമ്മൾ അത് അംഗീകരിക്കുന്നു. യെസ്, രണ്ടാമത്തെ കേസിൽ എമിഷൻ ഉണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഇനി മൂന്നാമത്തെ കേസിൽ വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുക? ലാംഡ 3 ആണ് അവിടുത്തെ ത്രെഷോൾഡ് വേവ് ലെങ്ത്. കറസ്പോണ്ടിങ് ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ തന്നെ. അപ്പോൾ ഇവിടുന്ന് എമിഷൻ നടക്കുന്നു. അതിന് കറസ്പോണ്ടിങ് എമിഷൻ നടക്കാനുള്ള കാരണം എന്താ? ലാംഡ 3 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ലാംഡ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ അവിടെ എമിഷൻ നടക്കും തീർച്ചയായിട്ട്. അതെന്ന് പറയുന്നത് V3 ആണ്. മൂന്നാമത്തെ കേസിൽ വേവ് ലെങ്ത് രണ്ടാമത്തെ കേസിനേക്കാൾ വളരെ കൂടുതൽ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ലാംഡ 2 അപേക്ഷിച്ച് ലാംഡ 3 കൂടുതലാണ്. സ്വാഭാവികമായിട്ട് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ കൂടുതൽ, സോ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതൽ. അതിൻ്റെ അർത്ഥം V3 എന്ന് പറയുന്നതും V2 കമ്പയർ ചെയ്യുമ്പോൾ V3 ഈസ് ഗ്രേറ്റർ ദാൻ V2. അതിൻ്റെ അർത്ഥം നേരെ തിരിച്ചു പറഞ്ഞാൽ V2 ഈസ് ലെസ് ദാൻ V3. സോ V1 എന്ന് പറയുന്നത് 0, V2 ഈസ് ലെസ് ദാൻ V3. ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ റീനീറ്റിൽ ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻ ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഈ 3 ചോദ്യങ്ങളിൽ 2 തിയററ്റിക്കൽ, 1 ന്യൂമറിക്കൽ കാൽക്കുലേഷൻ. വലിയ കുഴപ്പമില്ലാതിരുന്നു ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങളും. ഓക്കെ, താങ്ക് യു.